മണ്ഡലമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഭക്തിസാന്ദ്രമായി സന്നിധാനം. പുതിയ മേൽശാന്തിമാർ ചുമതലയേറ്റ പൂജകൾ ആരംഭിച്ചു. ഉച്ച മുതൽ തന്നെ പമ്പയിൽ നിന്നും ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. സന്നിധാനത്ത് കനത്ത സുരക്ഷയൊരുക്കി പോലീസും സജ്ജമാണ്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ശ്രീരാജ് ബാബു ചേരുന്നുണ്ട്. ശ്രീരാജ്, എന്താണ് ഏറ്റവും പുതിയ സന്നിധാന വിശേഷങ്ങൾ? ഗൗതം, അല്പസമയം മുൻപാണ് പുതിയ മേൽശാന്തിമാർ ശബരിമല ശ്രീകോവിലിൽ അവരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. ആദ്യം ശബരിമല നിയുക്ത മേൽശാന്തി അരുൺകുമാർ, കൊല്ലം സ്വദേശിയായ അരുൺകുമാർ നമ്പൂതിരി ശബരിമല മേൽശാന്തിയായി സ്ഥാനാരോഹണം ചെയ്തു. ശേഷം മാളികപ്പുറം മേൽശാന്തിയായി മാളികപ്പുറത്ത് വെച്ച് തന്നെയായിരുന്നു സ്ഥാനാരോഹണം നടന്നത്. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി അയ്യപ്പ ഭക്തർ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വൃശ്ചിക പുലർച്ചെ 3 മണിക്കാണ് ക്ഷേത്ര നട തുറക്കുക. ആ ക്ഷേത്ര നട തുറക്കുന്നത് പുതിയ മേൽശാന്തിയായിരിക്കും. കൊല്ലം സ്വദേശിയായ പുതിയ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ആയിരിക്കും നാളത്തെ വൃശ്ചിക പുലരിയിൽ അയ്യപ്പ ക്ഷേത്രം അല്ലെങ്കിൽ ശബരിമല നട തുറക്കുന്നത്. 3 മണിക്ക് ശേഷം 3:30 അഭിഷേകവും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത വരുന്ന വർഷക്കാലം അരുൺകുമാർ നമ്പൂതിരിയായിരിക്കും ശബരിമല മേൽശാന്തിയായി നിൽക്കുക. എന്തായാലും വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ശരണം വിളികളോടെ അയ്യപ്പ ഭക്തർ ഇപ്പോൾ അയ്യപ്പ ദർശനം നടത്തുകയാണ്. ഏതാണ്ട് 1 മണി മുതൽ തന്നെ അയ്യപ്പ ഭക്തരെ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും കയറ്റി വിട്ടു തുടങ്ങിയിരുന്നു. ആ സമയം മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കന്നി അയ്യപ്പന്മാർ മുതൽ തന്നെ ക്ഷേത്രത്തിൽ നിന്നും അനുഭവപ്പെടുന്നുണ്ട്, ക്ഷേത്രത്തിൽ എത്തി തുടങ്ങുന്നുണ്ട്. ആദ്യമായിട്ടാണ് കന്നിസ്വാമി ആന്ധ്ര കടപ്പ ടുഡേ മോർണിംഗ്. ഇപ്പോൾ ఆంధ్రയിൽ నిന്നും ఎత్తియ కన్నిస్వామి వరణులకి తెలంగాణ వరంగల్ వచ్చినాం 21సారి వచ్చుడికి దర్శనం మంచిగా జరుగుతుంది. ఇప్పుడు సిస్టమేటిక్ కూడా బాగా చేంజ్ అయింది. లైన్లతో ఇబ్బంది లేకుండా దర్శనానికి గంట సేపట్లో దర్శనం అవుతుంది. ఈసారి బాగా സിറ്റുവേഷൻ ഉണ്ട് മൊത്തം. അപ്പോൾ പല ഭാഗത്തു നിന്നും അയ്യപ്പ ദർശനത്തിന് വേണ്ടിയിട്ട് ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൗതം. ഇപ്പോൾ ഇവിടെ ചെറിയ കന്നിസ്വാമിമാർ മുതൽ തന്നെ ഇവിടെ അയ്യപ്പ ഭക്തർ എത്തുന്നുണ്ട്. ഓം സ്വാമിയേ. തമിഴ്നാട് ചെന്നൈ കൊലാത്തൂർ. പേര് അഭിജിത്ത. എത്ര ക്ലാസ്? ഹോപ്പ്ഫുൾ സെക്കൻഡ് സ്റ്റാൻഡേർഡ്. കന്നിസ്വാമി. ശരി ശ്രീരാജ്, എന്തായാലും ഇപ്പോൾ കന്നിസ്വാമിമാരുൾപ്പെടെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് സന്നിധാനം ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ തന്നെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും ഈ മണ്ഡലകാലം ഏറ്റവും സുരക്ഷിതമായി നടത്താനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും ശ്രീരാജ് ബാബു.